കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് കൈത്താക്കാലം 3-ാം ഞായർ. സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന ദൈവവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. മർത്തായും മറിയവും. ഒരു ഗ്രാമത്തിൽ യേശു എത്തി. അവിടെ മർത്ത എന്ന സ്ത്രീ യേശുവിനെ തന്റെ വീട്ടിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചു. മർത്ത അതിഥിയായ യേശുവിന് ഏറ്റവും നല്ല ഭക്ഷണവും ശുശ്രൂഷയും ഒരുക്കുവാൻ തിരക്കിലായി. എന്നാൽ അവളുടെ സഹോദരി മറിയം യേശുവിന്റെ പാദത്തെങ്കിലിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അധികം ജോലി ചെയ്ത മർത്തയ്ക്ക് വിഷമമായി. അവൾ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ സഹോദരി എന്നെ ഒറ്റയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വിട്ടിരിക്കുന്നു. അവളോട് എന്നെ സഹായിക്കുവാൻ പറയണമേ. അപ്പോൾ യേശു സ്നേഹത്തോട് മറുപടി പറഞ്ഞു, മർത്ത, മർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും അസ്വസ്ഥമാവുകയും ചെയ്യുന്നു. എന്നാൽ ആവശ്യമായത് ഒന്ന് മാത്രമാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുത്തു കളയുകയില്ല. വചന സന്ദേശം. ഈ സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ പാഠമാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം പലപ്പോഴും ദൈവത്തിന് സമയം നൽകുവാൻ മറക്കുന്നു. ജോലി, കുടുംബം, പഠനം, ഉത്തരവാദിത്തങ്ങൾ എല്ലാം ആവശ്യമാണ്. എന്നാൽ അവയേക്കാൾ പ്രധാനമായത് ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുക എന്നതാണ്. ഒരു മരം വെട്ടുകാരൻ ദിവസം മുഴുവൻ വെട്ടിയിട്ടും വളരെ കുറച്ച് മരങ്ങൾ മാത്രമാണ് വെട്ടിയത്. മറ്റൊരാൾ കുറച്ചു സമയം ജോലി ചെയ്തിട്ടും കൂടുതൽ മരങ്ങൾ വെട്ടി. അതിന്റെ രഹസ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കോടാലി മൂർച്ച കൂട്ടിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കോടാലിയുടെ മൂർച്ച ദൈവ സാന്നിധ്യമാണ്. പ്രാർത്ഥനയും ദൈവവചനവും ഇല്ലെങ്കിൽ നാം തിരക്കിലായിരിക്കും. പക്ഷേ ആത്മീയമായി ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ഓരോ ദിവസവും കുറച്ചു സമയം ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും നീക്കിവെക്കണം. യേശുവിന്റെ പാദത്തെങ്കിലിരുന്ന മറിയത്തെ പോലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശുവേ, മത്തായെ പോലെ ജോലികളിൽ മാത്രം മുഴുകാതെ മറിയത്തെ പോലെ തങ്ങളുടെ പാദത്തെങ്കിലിരുന്ന് അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും അങ്ങയ്ക്കും 1-ാം സ്ഥാനം നൽകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഹൃദയം സമാധാനത്തോടും അങ്ങയുടെ സ്നേഹത്താലും നിറയ്ക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ